രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ എഫ്ഐആറിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ. തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് യുവതിയെ ബലാത്സംഗം ചെയ്തത്. 2 തവണ ബലാത്സംഗം ചെയ്ത ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി. പിന്നീട് പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തതായും പരാതി. മെയ് 30-ന് കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി യുവതിക്ക് മരുന്ന് നൽകി. തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ മരുന്നു കഴിച്ചെന്നുറപ്പുവരുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്നും അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, അങ്ങേയറ്റം ഗുരുതരമായ വസ്തുതകളാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇപ്പോഴും രാഹുൽ എവിടെ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി രാഹുൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്താണ് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതി നൽകിയ അതിജീവിത നൽകിയ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആറിലുള്ളത്. എഫ്ഐആറിലുള്ള വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ BNS 64 ബലാത്സംഗം, BNS 89 നിർബന്ധിത ഭ്രൂണഹത്യ, BNS 316 വിശ്വാസവഞ്ചന, IT ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രാഹുൽ ബലാത്സംഗം ചെയ്തത് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് 2 തവണ ബലാത്സംഗം ചെയ്തു എന്നും ദൃശ്യങ്ങൾ ഫോണിൽ അവിടെ വെച്ച് പകർത്തിയെന്നും പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ഈ എഫ്ഐആറിൽ ഉണ്ട്. പിന്നീട് പാലക്കാട് ഫ്ളാറ്റിലെത്തിച്ച് ദൃശ്യങ്ങൾ കാണിച്ച് ബലാത്സംഗം ചെയ്തു എന്നും 2025 മെയ് 30-ന് രാഹുലിൻ്റെ സുഹൃത്ത് തിരുവനന്തപുരം കൈമുനത്ത് വെച്ച് ചുവന്ന കാറിൽ പെൺകുട്ടിയെ കയറ്റി കാറിൽ വെച്ച് പെൺകുട്ടിക്ക് മരുന്ന് നൽകി. തുടർന്ന് രാഹുൽ വീഡിയോ കോളിൽ വിളിച്ച് മരുന്ന് കഴിച്ചെന്ന് ഉറപ്പുവരുത്തിയെന്നുൾപ്പെടെയുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അതായത് എന്തുകൊണ്ടാണ് ഈ അതിജീവിത ഇത്രയും ദിവസം ഇതിൽ പരാതി നൽകാത്തത് എന്ന് നിരന്തരം കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുകയാണ്. അതായത് എന്തുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം യുവതി പരാതി നൽകാതിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള ഉത്തരം ഈ എഫ്ഐആറിൽ തന്നെ ഉണ്ട് എന്ന് വേണം പറയാൻ. കാരണം അത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ മൊബൈലിൽ പകർത്തി, നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മൊബൈൽ ഫോണിൽ പകർത്തിയിരുന്നു. അതുൾപ്പെടെ പുറത്തുവിടുമോ എന്നൊക്കെ ഇവർ ഭയന്നിരിക്കാം. അതുകൊണ്ടായിരിക്കണം ഇവർ ഇതിൽ പരാതിയും മറ്റ് നടപടികളിലേക്കൊക്കെ കടക്കുന്നതിന് വലിയ ആശങ്കയും അവർ ഭയപ്പാടോടുകൂടെ ഇത്രയും ദിവസം പരാതി നൽകാതിരുന്നത് എന്നുള്ളത് എഫ്ഐആറിലെ ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ എഫ്ഐആറിൽ ഉള്ളത് എന്നുള്ളതിൽ സംശയമില്ല. മാത്രമല്ല നേരത്തെ തന്നെ ഈ BJPയുടെ പാലക്കാട്ടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഏകദേശം 3 മാസങ്ങൾക്ക് മുൻപ് വാർത്താ സമ്മേളനം നടത്തിയ സമയത്ത് ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ പാലക്കാട്ടെ ബിൽടെക് സമിറ്റ് എന്ന ഫ്ളാറ്റിനെ കുറിച്ചും അവിടെ രണ്ടവിടെയും ഈ പെൺകുട്ടിയെ എത്തിച്ചിട്ടുണ്ടെന്ന് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നൊക്കെ അന്ന് തന്നെ BJP വ്യക്തമാക്കിയിരുന്നു. ഏതായാലും BJP അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ ശരിവെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ കൂടെ ഈ എഫ്ഐആറിൽ കാണുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് കൃത്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ക്രിമിനൽ നടപടികൾ, ക്രിമിനൽ സ്വഭാവം കൃത്യമായിട്ട് തന്നെ ഒരു പെൺകുട്ടിയെ ഏതൊക്കെ തരത്തിൽ മോശമായ രീതിയിൽ അവരെ ഉപദ്രവിക്കാമോ അതീവ ഗുരുതരമായ ഉള്ളടക്കമാണ് എഫ്ഐആറിൽ ഉള്ളത്. വലിയ രീതിയിലുള്ള പീഡനം തന്നെയാണ് അതിജീവിതയ്ക്കെതിരെ നടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ കേൾക്കാൻ കഴിയുന്നുണ്ടോ? തുടർന്നോളൂ. തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ എഫ്ഐആറിൻ്റെ പകർപ്പ് പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടുകൂടെ ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതിനുശേഷം പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നു. ആ മൊഴി രേഖപ്പെടുത്തുന്ന സമയത്ത് പെൺകുട്ടി മയങ്ങി വീഴുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഏതായാലും അതിനൊക്കെ ശേഷം പോലീസിൻ്റെ നടപടികളിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായ നടപടികൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരാവശ്യം ശക്തമാവുന്നു. കാരണം ഇതുവരെയും രാഹുലിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ്. രാഹുൽ ഒരു വശത്ത് മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ പോലീസ് ആണെങ്കിൽ രാഹുലിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കൊന്നും ഇതുവരെ കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് രാഹുലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടായാൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് BJP ഉൾപ്പെടെ അല്പസമയം മുൻപ് വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ നിമിഷത്തിൽ നമുക്ക് അറിയേണ്ടത് പോലീസ് ഇനി എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. കഴിഞ്ഞ 18 മണിക്കൂറിലേറെ സമയമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്.
എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് ഒരു 4:55 പാലക്കാട് കണ്ണാടിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും മറ്റും പങ്കെടുത്തിരുന്ന രാഹുൽ ഈ വാർത്തകൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതോടുകൂടെ തന്നെ തിരിച്ച് പാലക്കാട് നഗരത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ നഗരത്തിലെത്തിയ രാഹുൽ പിന്നീട് ഫോണുകൾ രണ്ടും സ്വിച്ച് ഓഫ് ആക്കി, രാഹുലിന്റെ കൂടെയുള്ള ആളുകളുടെ ഫോണുകളൊക്കെ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഇപ്പോൾ എവിടെയാണ്? രാഹുലിനെ കണ്ടെത്താൻ പോലീസിന് ഏതായാലും കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ എഫ്ഐആറിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ട് പോലും അറസ്റ്റിലേക്കൊന്നും കടന്നിട്ടില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിൽ പോലീസ് ഒരു മെല്ലെപ്പോക്കുണ്ടോ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയരുന്ന സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന എഫ്ഐആറിന്റെ പകർപ്പ്, അതിൽ നിന്ന് വ്യക്തമാവുന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇതിലുണ്ട്. അതായത് പെൺകുട്ടിയെ ആദ്യം തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റിലെത്തിച്ച് 2 തവണ ബലാത്സംഗം ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുന്നു. അതെ അരുൺ, നമുക്ക് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അതിലുള്ളത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു മെല്ലെപ്പോക്ക് നയം ഈ വിഷയത്തിൽ പോലീസ് തുടരുന്നുണ്ടോ എന്നുള്ള സംശയം വലിയ രീതിയിൽ തന്നെ ഉയരുകയാണ്. കാരണം അങ്ങേയറ്റം ഗൗരവ സ്വഭാവത്തിലുള്ളത് തന്നെയാണ്. എന്നിട്ടും എങ്ങനെയാണ് ഈ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്നലെ എത്തിയ ഉടൻ തന്നെ രാഹുൽ പാലക്കാട്ട് നിന്നും അപ്രത്യക്ഷനാകുന്നത് എന്നുള്ളതാണ്. നാട്ടിലും വീട്ടിലും ഇല്ലാത്തൊരു സാഹചര്യം, സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ. അപ്പോൾ പോലീസ് ഒരു ഉദാസീന നിലപാട് സ്വീകരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ അതിജീവിതയുടെ പരാതി ലഭിച്ചാൽ അതിന്റെ ഗൗരവം സ്വഭാവം കണക്കിലെടുത്തു തന്നെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റിലേക്ക് പോകാം. ഒരു ജനപ്രതിനിധി എന്നുള്ള പരിരക്ഷയൊന്നും ഈ വിഷയത്തിൽ ലഭിക്കുന്നതല്ല. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ഈ കാലതാമസം എന്നുള്ള സംശയം ഉയരുകയാണല്ലോ. ഇപ്പോൾ ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെ. പക്ഷേ മുൻകൂർ ജാമ്യത്തിനായുള്ള എല്ലാ നിയമസഹായങ്ങളും ലഭിക്കത്തക്ക രീതിയിൽ അത് കോടതിയിൽ എത്തുന്നവരെ ഒരു വച്ച് താമസിപ്പിക്കൽ തന്നെയാണോ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? നിലവിൽ അത്തരത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. അതായത് മുൻകൂർ ജാമ്യത്തിന് ഒരു വശത്ത് രാഹുൽ ശ്രമിക്കുന്നു, മറുവശത്താണെങ്കിൽ രാഹുൽ സംസ്ഥാനം വിട്ടോ എന്നുൾപ്പെടെയുള്ള സംശയങ്ങൾ ഉയരുന്ന സ്ഥിതിയുണ്ട്. പാലക്കാട് നിന്നും രാഹുൽ അപ്രത്യക്ഷമായിട്ട് ഇപ്പോൾ 18 മണിക്കൂറിലേറെ സമയം പിന്നിടുന്നു. പോലീസാണെങ്കിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഫ്ഐആറിൽ ഉണ്ടായിട്ടും രാഹുലിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഈ നിമിഷം വരെയും കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും രാഹുൽ ആണെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്ന ഈ വേളയിൽ മറ്റ് നടപടികളിലേക്ക് എന്തുകൊണ്ട് കടക്കുന്നതിന് പോലീസ് ഇത്തരത്തിൽ ഒരു കാലതാമസം എടുക്കുന്നു എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. നേരത്തെ ആണെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പോലും രാഹുലിന് ഒരു പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് രാഹുലിനെതിരെ നിരന്തരം ഈ ഓഡിയോകളും അതുപോലെ തന്നെ ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ ആദ്യഘട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി എം പി രാജേഷും കെ കൃഷ്ണൻകുട്ടിയൊക്കെ ഉൾപ്പെടെ രാഹുലുമായി പാലക്കാട് വേദി പങ്കിടുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഏതായാലും അത്തരത്തിൽ രാഹുലുമായി നേതാക്കൾ വേദി പങ്കിടുകയും മറ്റുമൊക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു പരാതികൾ അല്ലെങ്കിൽ ഈ വിഷയം ഇങ്ങനെ മാധ്യമങ്ങളിലൂടെയൊക്കെ നിരന്തരം വാർത്തകൾ വരുമ്പോൾ സോമോട്ട കേസ് രജിസ്റ്റർ ചെയ്യാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് എന്നിരിക്കെ പോലും പോലീസ് അവിടെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. ആഭ്യന്തര വകുപ്പ് അവിടെ കൃത്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ പോലീസ് അന്ന് തന്നെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ സോമോട്ട കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് നടപടികളിലേക്ക് കൂടുതൽ ശക്തമായി കടന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിജീവിതയ്ക്ക് വീണ്ടും ഈ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഈ രാഹുലിനെ ന്യായീകരിക്കുകയും അതിജീവിതയെ അപമാനിച്ചും കൊണ്ടുള്ള പ്രതികരണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ സ്വർണ്ണക്കൊള്ളയെ പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ഒരു വശത്ത് കോൺഗ്രസ് ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളയും പ്രധാനപ്പെട്ട വാർത്തയാണെങ്കിൽ പോലും, അതല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഒരു സ്ത്രീയെ ഒരു നിയമസഭാ സാമാജികൻ പലതവണ ബലാത്സംഗം ചെയ്തു, മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തി അത് കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നുൾപ്പെടെ എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ഗൗരവമേറിയതാണ് ഈ വിഷയം എന്നിരിക്കെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ നടപടികൾ ഒരു വശത്തെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതേസമയം തന്നെ മറുവശത്താണെങ്കിൽ കോൺഗ്രസ് ഈ നിമിഷം വരെയും പല നേതാക്കളും ഇങ്ങനെ രാഹുലിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് തുടരുന്ന ഒരു സാഹചര്യം. ഒപ്പം രാഹുലിൻ്റെ രാജി ഉൾപ്പെടെ കോൺഗ്രസ് ആവശ്യപ്പെടുകയോ അത്തരം നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായിട്ടുള്ളത് എഫ്ഐആറിന്റെ പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. അതിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ്. അതെ അരുൺ, അതോടൊപ്പം
മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലാണ് ഒരു ജനപ്രതിനിധി, നിയമസഭാ സാമാജികൻ ഈ രീതിയിലുള്ള പീഡന പരമ്പര തന്നെ നടത്തിയത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു പ്രതികരണമാണ് അങ്ങേയറ്റം വിചിത്രം എന്നുള്ളത്. നിയമത്തിന്റെ വഴിക്ക് പോകും എന്ന് പറഞ്ഞ് അങ്ങേയറ്റം ലാഘവത്തോടു കൂടിയുള്ളൊരു സമീപനം നടത്തുന്നു. അതിജീവിത ഇത്രയും നാൾ എവിടെയായിരുന്നു, ഇത് തെരഞ്ഞെടുത്ത് അടുത്തപ്പോൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നീക്കമല്ലേ തുടങ്ങിയ അങ്ങേയറ്റം നികൃഷ്ടമായ രീതിയിലുള്ള പല പരാമർശങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അവർ ഇതിന്റെ കാര്യ ഗൗരവം ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളാത്തത്? തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അവർ നടത്തുന്നത്. ഒന്ന്, ഈ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അപ്പുറത്ത് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളതാണ്. അതായത് കൊള്ളയുടെ വിഷയം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ നിസ്സാരവൽക്കരിക്കുക എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. പല നേതാക്കളുടെയും പ്രതികരണം ഇന്നിങ്ങനെ തുടർച്ചയായി പുറത്തു വരുമ്പോൾ അതിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത്, തുടർച്ചയായിട്ട് അവർ ഈ സ്വർണ്ണക്കൊള്ള വിഷയം പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഇത്തരത്തിലുള്ള വളരെ മോശകരമായിട്ടുള്ള ഒരു നിയമസഭാ സാമാജികൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തരത്തിൽ ഒരു പെൺകുട്ടിയെ നിരന്തരം ബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും അതിനുശേഷം അത് കാണിച്ച് വീണ്ടും ബലാത്സംഗം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെ ഒരു ക്രൂരകൃത്യം. ആ ക്രൂരകൃത്യത്തെ ഒരു വശത്ത് അവർ ന്യായീകരിക്കുന്നു, ഒപ്പം ഈ സ്വർണ്ണക്കൊള്ളയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് അവർ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മറുവശത്താണെങ്കിൽ കോൺഗ്രസ് ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന നടപടി തുടരുന്നു എന്നുള്ളതാണ്. രാഹുലിനെ വെള്ളപൂശിക്കൊണ്ട് അവരുടെ ഓരോ പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഈ അതിജീവിതയെ അവർ അപമാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഈ കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലാണെങ്കിലും അതല്ലെങ്കിൽ നേതാക്കളാണെങ്കിലും ഒക്കെ അതിജീവിതയെ നിരന്തരം അപമാനിക്കുന്നത് അവർ തുടരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അതിജീവിത ഇത്രയും ദിവസം എവിടെ പോയി, എന്തുകൊണ്ട് ഇത്രയും ദിവസം പരാതി നൽകിയില്ല, ഈ നിലവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണോ പരാതി നൽകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ട് അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. ആ ഓഡിയോയുടെയൊക്കെ ആധികാരികത എത്രത്തോളമാണെന്ന് അത് കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിന് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തണമെന്നുൾപ്പെടെയായിരുന്നു ഇന്ന് രാവിലെ VK ശ്രീകണ്ഠൻ MP ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നത്. അത്തരത്തിൽ അതിജീവിതയെ മറ്റും അപമാനിക്കുന്ന നിലപാട് അവർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ആകെ പ്രതിരോധത്തിലായ അവർ രണ്ട് രീതിയിൽ, ഒന്ന് സ്വർണ്ണക്കൊള്ള പറഞ്ഞുകൊണ്ടും മറുവശത്ത് ഈ അതിജീവിതയെ കുറ്റം പറഞ്ഞുകൊണ്ടും ഈ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. ഒപ്പം രാഹുലിനെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പൊതുജനങ്ങൾക്ക് മുൻപിൽ അപഹാസ്യരായി മാറിയിരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ 10 വർഷമായി BJP ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തെയൊക്കെ ഇത്തവണ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. മൂന്നാമതും ഹാട്രിക് വിജയം BJPക്ക് സ്വന്തമാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി അവതരിപ്പിച്ചിരുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്തരത്തിൽ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ ഒരു താരപ്രചാരകനായി അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ കൊണ്ടു നടക്കുമ്പോൾ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചെയ്തികൾ ഇത്തരത്തിലാണെന്ന് പുറത്തു വന്നിട്ട് വാർത്തകൾ നിരന്തരം പുറത്തു വരുമ്പോൾ, FIRന്റെ പകർപ്പ് ഉൾപ്പെടെ പുറത്തു വരുമ്പോൾ, എന്നിട്ട് പോലും നിലപാട് മാറ്റുന്നതിനോ അല്ലെങ്കിൽ ആ ചെയ്തു പോയ രാഹുലിനെ ഇത്തരത്തിൽ പിന്തുണച്ച് രാഹുലിനെതിരെ ആദ്യഘട്ടത്തിൽ പരാതികൾ ഉയർന്നപ്പോൾ അതിൻ്റെ ശബ്ദ സന്ദേശങ്ങളും അതുപോലെ തന്നെ വാട്സപ്പ് ചാറ്റുകളും ഒക്കെ പുറത്തു വന്ന വേളയിൽ അന്ന് ഒരു കണ്ണിൽ പൊടിയിടുന്ന തരത്തിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ ഉൾപ്പെടെ പറയുകയും പിന്നീട് അതേ രാഹുലിനെ തന്നെ പാലക്കാട്ടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ പരിപാടികളിലും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതിനും ഒപ്പം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ഉൾപ്പെടെ രാഹുലിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. അത്തരത്തിൽ രാഹുലിനെ ഒരു വശത്ത് നടപടിയെടുത്തു എന്ന് പറഞ്ഞ് മറുവശത്ത് ചേർത്ത് പിടിക്കുന്ന നിലപാട് സ്വീകരിച്ച ആ കോൺഗ്രസ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ, FIRലെ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പോലും വീണ്ടും രാഹുലിനെ ന്യായീകരിക്കുന്നു, രാഹുലിനെ പിന്തുണയ്ക്കുന്നു, അതിജീവിതയെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ അപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്നുള്ളത് അതൊരിക്കലും ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് അവർ നിരന്തരം സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. വിരലിൽ എണ്ണാവുന്ന 1-2 നേതാക്കളുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു രാഹുലിനെ തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ അതിജീവിതയെ പിന്തുണയ്ക്കുന്നതോ ആയിട്ടുള്ള നിലപാട് ഉണ്ടായിട്ടുള്ളത്. ബാക്കി ഒട്ടുമിക്ക നേതാക്കളുടെ ഭാഗത്തു നിന്നും ഈ രാഹുലിനെ ന്യായീകരിക്കുകയും അതുപോലെ തന്നെ അതിജീവിതയെ അപമാനിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് അവർ തുടർന്നു. അതെ, അത് മാത്രമല്ല അരുൺ, നമുക്ക് ഒരു ഭാഗത്ത് കോൺഗ്രസ്
നേതൃത്വം പുലർത്തുന്ന നിലപാട് കഴിഞ്ഞ ദിവസങ്ങൾ തൊട്ട് തന്നെ വ്യക്തമാകുന്നുണ്ട്. അതിനിടയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ച രാഹുലിന്റെ സുഹൃത്ത് ഗർഭചിത്രത്തിനുൾപ്പെടെയുള്ള ഗുളികകൾ അതിജീവിതയ്ക്ക് കൈമാറിയ ആ സുഹൃത്ത്, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? അതുമാത്രമല്ല, ആ വ്യക്തിയെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യുകയും ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് എപ്പോൾ കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്, അരുൺ? തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ എഫ്ഐആറിൽ തന്നെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് പെൺകുട്ടിക്ക് ഈ മരുന്ന് എത്തിച്ച് നൽകിയത്, ഒരു ചുവന്ന കാറിൽ മരുന്ന് എത്തിച്ച് നൽകിയത് ഈ രാഹുലിൻ്റെ സുഹൃത്തും സന്തത സഹചാരിയുമായ വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയിലേക്കുള്ള അന്വേഷണം വരുന്നതിന് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇയാളെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ആയിരിക്കും ഇനിയിപ്പോൾ പോലീസ് മുന്നോട്ട് പോവുക എന്നുള്ളതിൽ സംശയമില്ല. അതേസമയം തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരം നടപടികളിൽ എപ്പോഴും ഒരു മെല്ലെപ്പോക്ക്, അതിൽ കൂടുതൽ നടപടികൾ ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നത്, ഇന്നലെ രാത്രി ഉൾപ്പെടെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പെൺകുട്ടി ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ മയങ്ങി വീഴുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ഒരു വശത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷം എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനി ഈ കേസിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, അത് ഇത്രയും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയത്തിൽ, ഇത്രയും വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചേർത്തിട്ടുള്ള ഈ വിഷയത്തിൽ രാഹുലിൻ്റെ അറസ്റ്റ് എന്നുള്ളത് തന്നെയാണ് ഇനി അടുത്ത പോലീസിൻ്റെ ഒരു പ്രധാന നടപടിയായിട്ട് ഉണ്ടാവേണ്ടത്. പക്ഷേ ആ നടപടി ഏതായാലും ഇപ്പോൾ ഇത്രയും നേരമായിട്ടും ഉണ്ടായിട്ടില്ല. 18 മണിക്കൂറായിട്ടും രാഹുൽ ഒളിവിൽ തുടരുന്ന, 18 മണിക്കൂറിലേറെ സമയമായിട്ടും രാഹുൽ ഒളിവിൽ തുടരുന്ന സാഹചര്യമാണുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വൈകുന്നത് എന്നുള്ളത് പ്രധാന ചോദ്യമാണ്. ഒപ്പം കോൺഗ്രസ് ആണെങ്കിൽ ഇതുവരെയും രാഹുലിനെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല. ബഹുഭൂരിപക്ഷം നേതാക്കളും രാഹുലിനെ പിന്തുണച്ചും ന്യായീകരിച്ചും അതിജീവിതയെ അപമാനിച്ചുകൊണ്ടും രംഗത്തെത്തുന്ന ഒരു സാഹചര്യവുമാണ് നിലവിലുള്ളത്. ശരി, അരുണാലത്തൂറാണ് വിശദാംശങ്ങൾ നൽകിയത്.